അപ്പോൾ ഇതാരാണ് ഷെഫീഖ് റഫീഖ്. അപ്പോൾ റഫീഖ് അപ്പോൾ ഒരു കാക്കാനാണ് എന്നെ തായോളി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുമായിട്ട് വന്നിട്ട്. അപ്പം ഞാൻ ഈ കാക്കാനെ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കാക്കാനെ എപ്പോഴും എൻ്റെ കെട്ടിയവനും ഞാനും ഒക്കെ ഉള്ള വീഡിയോസ് ഇടുമ്പം കാക്കാന് ഭയങ്കരമായിട്ടുള്ള ചൊറിയും കുത്തലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം കാക്കാൻ എന്നെ തായോളി എന്ന് വിളിച്ചതിന് ഞാൻ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോയമ്പിൻ്റെ സമയമാകുമ്പം കുണ്ടിയും കുത്തി കുമ്പിടുന്ന സമയത്തിന് മുമ്പ് മാത്രം കുറച്ച് നോയമ്പിൻ്റെ സമയമാണ്. അപ്പം നിങ്ങൾക്ക് കുറേ വേഷം കെട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ വായിലെ വർത്തമാനങ്ങളൊക്കെ നിൽക്കുമെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ കാക്കാന്മാരുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി കുറേ അപ്പോൾ നിങ്ങളുടെ നോയമ്പിൻ്റെ സമയം അങ്ങ് ആയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വർത്തമാനങ്ങൾ. അപ്പം എനിക്കറിയാം എൻ്റെ പൊന്ന് റഫീഖ് ഇക്ക എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം എൻ്റെ പൊന്ന് റഫീഖൊക്കെ പന്നിയിറച്ചി കഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രിങ്ക്സ് അടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് കള്ളു കുടിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ ബൈബിളിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ കോപ്പി അടിച്ച് ഉൾട്ടയാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ അതും ഇതൊക്കെ വിശ്വസിച്ച് നിങ്ങൾ ഈ പൊട്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കാണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് റഫീഖണ്ണൻ്റെ ഏറ്റവും നല്ല ഇറച്ചിയാണ് പന്നിയിറച്ചി. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കുരുമുളക് ഇട്ട് നല്ല തേങ്ങാക്കൊത്ത് തൊട്ട് ഞാൻ നല്ല രീതിയിൽ പന്നിയിറച്ചിയൊക്കെ വെച്ച് തരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇറച്ചിയാണ് പന്നിയിറച്ചി. അപ്പം കുറേ നാളായി പന്നിയിറച്ചി കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ സൺഡേയിൽ ഞാൻ ഉറപ്പായിട്ടും പന്നിയിറച്ചി കഴിച്ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ കണ്ട ആവശ്യമില്ലാതെ കണ്ട ഉൾട്ടയിൽ കുറേ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് വിശ്വസിച്ച് നിങ്ങൾ കഴിക്കാതിരിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം വേണ്ട ഇറച്ചികളോ കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം പിന്നെ എനിക്ക് പറയാമെന്ന് വെച്ചാൽ അപ്പം നമ്മൾ കള്ള് കുടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പന്നിയിറച്ചി തിന്നില്ലെങ്കിലോ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനമില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ ഈ കാക്കാന്മാരുടെ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മതം കൊണ്ട് ലോകത്ത് ആർക്കെങ്കിലും ശാന്തി സമാധാനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വായിന്ന് ഉള്ളിലോട്ട് പോകുന്നല്ല, വായിന്ന് പുറത്തോട്ട് വരുന്നതാണ് നമ്മളെ മനുഷ്യനാക്കുന്നതും കാര്യങ്ങളും. അപ്പം എനിക്കറിയാം നിങ്ങൾ കാക്കാമാർക്ക് കൂട്ടിക്കുത്തലാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത്. അപ്പം ഞങ്ങൾ അച്ചായത്തുമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സംസാരിക്കാനൊക്കെ അറിയത്തുള്ളൂ. നമ്മൾ മാന്യമായിട്ട് സംസാരിക്കാൻ പോവുക, അതൊക്കെ നമുക്ക് കൂടുതൽ പരിചയം. അപ്പം കൂട്ടിക്കുത്തലുകൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ അറിയാമല്ലോ, നിങ്ങൾ എന്താ പറയുക കാക്കാമാരൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിക്കുത്തൽ നല്ല പരിചയമുണ്ട്. അപ്പം റഫീഖണ്ണൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ റഫീഖ് ഇക്ക അപ്പോൾ ഇക്കയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതൊക്കെ. പിന്നെ പന്നിയിറച്ചി വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും കൊണ്ടുവന്നൊക്കെ തരാം. ഒത്തിരി പേരൊക്കെ ഉണ്ട്, ഞാൻ അറിയുന്ന കുറേ പേര് നിങ്ങളുടെ കൂട്ടർ കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിനക്കും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കൊതിയും വിട്ട് പണ്ടാരടക്കി ഇരുന്നിട്ട് എന്നാ കാര്യമുള്ളത്. അപ്പോൾ എൻ്റെ പൊന്ന് എനിക്ക് പ്രത്യേകിച്ച് വലിയ വിഷമങ്ങളൊന്നും വന്നില്ല. തായോളിന്ന് വിളിച്ചതിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ വിഷമങ്ങളൊന്നും വന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോയമ്പിൻ്റെ സമയത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടേണ്ട സമയമായിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം വീണ്ടും കാണാം. എല്ലാവർക്കും അടുത്തടുത്ത് കൊച്ചു വീഡിയോസും കാര്യമുണ്ടാകട്ടെ. ടേക്ക് കെയർ.